എല്ലാം ഒരു അനുഗ്രഹമാണ്. ഇപ്പം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും പ്രവർത്തിക്കാൻ കഴിയുന്നതും ഒക്കെ ഒരു അനുഗ്രഹം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വളരെ ചെറിയൊരു അംശമാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. ആ ഒരു വിശ്വാസം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നുമല്ല, ഇതിനേക്കാളുമല്ല എത്രയോ അധികം ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നലുണ്ട്. കാരണം ഇന്നും ഇപ്പോൾ നമ്മൾ ഇതൊക്കെയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കക്കൂസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതുപോലുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ള പുതിയൊരു കാര്യം ശിശു മരണനിരക്ക് കുറയ്ക്കാന്നുള്ള. അപ്പോൾ ബംഗാളിൽ ശിശുമരണ നിരക്ക് ഏകദേശം 35ആണ്. 80% കുട്ടികൾ മരിക്കുന്നത്, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മരിക്കുന്നത് ശുചിത്വമില്ലാത്ത ചുറ്റുപാടുകൾ മൂലമാണ്. പ്രസവിക്കുന്ന ആശുപത്രികളിലെ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലെ ശുചിത്വം ഇതാക്കുക, അവിടെ വാഷ് ബേസിനും എല്ലാവരും സോപ്പിട്ട് കൈ കഴുകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, അവിടുത്തെ ബെഡ്ഷീറ്റ് വൃത്തിയുള്ളത് വയ്ക്കുക, അവിടെ വൃത്തിയായി പൊടിമുട്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലീനായിട്ട് വയ്ക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 80% കുട്ടികൾ മരിക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോ മീറ്റിങ്ങുകൾ ഇവിടെ നമ്മളിപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി അതെല്ലാം മറ്റ് കൂട്ടങ്ങൾ വഴിയാണ് ഇത് ബിൽഡപ്പ് ചെയ്യുന്നത്. എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൺസീവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ പറയാറുണ്ട്. ആക്ച്വലി ആ ഭാഗത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് ആവുമ്പോഴേ നമ്മൾ കാര്യം അറിയുന്നുള്ളൂ, ഇത്രയും കാര്യം ചെയ്തു എന്നുള്ളത്. അല്ലാതെ അതിൻ്റെ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ വീട്ടിലേക്ക് വന്ന് കാണിക്കുകയോ, കയറി വരുമ്പോൾ ചിരിച്ചുകൊണ്ടേ കയറി വരില്ല. ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ വിളിച്ചുകൊണ്ട്, അതുപോലെ കുട്ടികളുടെ കൂടെയാണെങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത്, അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡൊന്നും ഏശാറില്ല. ഒരിക്കൽ പ്രാമാണികമാം വിധം മലയാളി ജനതയുടെ സാന്നിധ്യമുണ്ടായിരുന്ന കൽക്കത്തയിൽ അവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എങ്കിലും കേരളത്തിൻ്റെ ആണ്ടറുതികളും ഉത്സവങ്ങളും ഇവിടുത്തെ മലയാളി സമൂഹവും സംഘടനകളും ആഘോഷിക്കുന്നു. മലയാളി എന്നത് ഒരു അനുഗ്രഹീത ജന്മമാണെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ സലീം ഉള്ളാൽ അറിയുന്നു. കൽക്കത്തയിൽ എനിക്ക് തോന്നുന്നു മറ്റ് എല്ലാ പ്രദേശങ്ങളിലും പോലെ തന്നെ കൽക്കത്തയിലും ആവശ്യത്തിലധികം സംഘടനകളും സംവിധാനങ്ങളും ഉണ്ട്. അവരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നാടുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഉള്ള എല്ലാവരോടും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വെളിയിൽ വരുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, കേരളത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. കുടിക്കാൻ നല്ല വെള്ളവും അല്ലെങ്കിൽ അതിന് മറ്റ് സൗകര്യങ്ങളും ആ ഒരു എൻവയോൺമെൻറ്റും, അല്ലെങ്കിൽ ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം, സംസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നന്ദിയുള്ളവരായാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിന് വെളിയിലേക്കും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാർ എന്ന നിലയ്ക്ക് ഈ ഭാഗ്യം നമുക്ക് ബാക്കി അത്ര ഭാഗ്യം കിട്ടാത്ത ആളുകളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.